എന്നെയാണ് കാണാൻ വരുന്നതെന്ന് ചേട്ടൻ അറിഞ്ഞൂടായിരുന്നോ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞൂടെ? എന്തിന്? എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി വിവാഹം. ഇത് അമ്മ പറഞ്ഞതുപോലെ തന്നെ. പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറയാറുള്ളത്. എനിക്കെന്തോ ഒരു പേടി പോലെ. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവും. ചേട്ടന്റെ അമ്മ ഈ വിവാഹം നടത്തിയേ അടങ്ങിയിരിക്കൂ. മിനിക്ക് എന്നും എന്നെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമോ? കണ്ട അന്ന് മുതൽ സ്നേഹിക്കുന്നു. എന്റെ കണ്ണടയും വരെ ഈ സ്നേഹമുണ്ടാവും. എന്നെ കൊണ്ട് എന്ത് വിഷമുണ്ടായാലും ഒരാളെ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടതാണ്. ഇതാദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. സത്യം. സത്യം. ഉറങ്ങിയില്ലേ? ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവ് തെറ്റും. ഞാൻ മുഴുവൻ കുടിച്ചു. സാരമില്ല. ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ? വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ? ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ?
നമുക്ക് എവിടെ പോണം? പോകാം. എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സാരമില്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയിൽ കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, മിനി കിടന്നോളൂ. കല്യാണി, വാതില് തുറക്ക്. കല്യാണി, വാതില് തുറക്ക്. ഇവിടെ ഒരു ഉറക്കം. ചേട്ടാ, ചേട്ടാ, എന്താ പറഞ്ഞത്? ഞാൻ ഒച്ച കേട്ട് പേടിച്ചുപോയി. സ്വപ്നം കണ്ട് പേടിച്ചായിരിക്കും. എന്താ മോളെ? ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങിക്കോ. ചേട്ടാ, ചേട്ടാ, എഴുന്നേൽക്കൂ. ചായ കുടിക്കണ്ടേ? പിന്നെ എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളിന് ഇന്നെന്ത് പറ്റി? ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു? മിനി ചായ കുടിച്ചോ? അമ്മ ഒരു ഓടി വന്നു. മോനെ പുതിയ പെണ്ണ് ഉപദ്രവിച്ചെന്ന് വിചാരിച്ചു കാണും. സോറി, ഇന്നലെ ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. മുമ്പ് ഒറ്റയ്ക്കായിരുന്നല്ലോ, ആ ഓർമ്മയായിരിക്കും. ഒരാൾക്ക് കൂടി തരണം. മിനി ഇന്നലെ എന്തൊക്കെയോ ചോദിച്ചു. ആ ചോദിച്ചിരുന്നു. പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ വരാറുള്ളത്. രാജിക്കത്ത് ഇന്ന് തന്നെ എഴുതി തന്നേക്ക്. ഓഫീസിൽ പോകുന്നുണ്ടോ? പോകാതെ? വേണ്ട വേണ്ട, 2 ആഴ്ചത്തെ ലീവ് എടുക്കും. 2 ആഴ്ചയോ? എന്നിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. മധുവിധുവിനോ? അതൊക്കെ ഇപ്പോഴല്ലേ വേണ്ടത്. ശരിയാണ്. ഇവിടെയാണെങ്കിൽ അമ്മയുള്ളത് കൊണ്ട് എനിക്കെന്തോ ഒരു എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും.